ഹായ് മക്കളെ, ഇന്നലെ ഞങ്ങൾ ആക്കുളത്ത് പോയതാണ്. ആക്കുളം തിരുവനന്തപുരത്താണ് ആക്കുളമുള്ളത്. അപ്പം അത് കാണാനായിട്ട് പോയത്. ആക്കുളം ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെയാണ് പറയുന്നത്. ഗ്ലാസ് ബ്രിഡ്ജുണ്ട് എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവസ്ഥ ഇതാണ്. ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളെ കയറി തുടങ്ങിയിട്ടില്ല. ഇതിലും പണികളൊക്കെ തീരാനൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ കൂടുതലൊന്നും പറയാറൊന്നുമില്ല. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അവർലി കുട്ടികൾക്ക് 50ഉം അഡൾട്ടിന് 100ഉം അങ്ങനെയാണ്. പിന്നെ സ്വിമ്മിങ് സൂട്ടൊക്കെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം. പക്ഷേ കുട്ടികളൊക്കെ ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങിയെന്നുണ്ടായിരുന്നു. ആണുങ്ങൾ എന്തൊക്കെയോ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളധികം ശ്രദ്ധിച്ചില്ല. പിന്നെന്താണ്, പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് വേണം മുകളിലോട്ട് കയറിപ്പോകാനായിട്ട്. സ്റ്റെപ്സ് ഉണ്ട് കുറച്ചധികം. ആ സ്റ്റെപ്പിലോട്ട് കയറി പോകണം. അപ്പം ഇങ്ങനെ സ്റ്റെപ്സൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കയറി വേണം നമ്മൾ. അവിടെ കുറച്ച് സ്വിച്ച് സോണുണ്ട്. പിന്നെ മറ്റേ ജമ്പിങ് ജാക്സ് ഉണ്ട്. പിന്നെ എന്താണ്, കുട്ടികൾക്കുള്ള കുറച്ചധികം റൈഡുകളുണ്ട്. ഇത് എല്ലാത്തിനും പക്ഷേ സെപ്പറേറ്റ് റേറ്റ് കൊടുക്കണം. ഇതിന് 100 റുപ്പീസാണ്. കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു. മോള് നന്നായിട്ട് എൻജോയ് ചെയ്തു. അവളിതിലൊക്കെ എല്ലാത്തിൻ്റെയും മുകളിലൊക്കെ കയറി കുറച്ച് സമയം, അതായത് നമ്മൾ ഒരു 4 o'clock ആയി പോയി. എന്നിട്ട് 7 o'clock ആയിട്ട് 7:30 ആയിട്ട് അവിടെ ചെന്ന് അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തു. കുറച്ച് മറ്റേ നമ്മൾ കയറി വരുന്ന എൻട്രി സ്ഥലത്തില്ലേ, അവിടെയാണെങ്കിൽ കുറച്ച് കിഡ്സ് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് എൻട്രി ഫീസ് ഞാൻ പറഞ്ഞത് 30 റുപ്പീസാണെന്ന്. അപ്പോൾ പിന്നെ ഇത് അഡ്വഞ്ചർ സോണിൽ മോള് കുറച്ചൊക്കെ തന്നെത്താനൊക്കെ ചെയ്തു. പക്ഷേ കുട്ടിയായതുകൊണ്ടായിരിക്കും ഗൈഡും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഗൈഡാണ് പയ്യൻ. ആ ഗൈഡും കൂടെ കയറി. പിന്നെ വലിയ കുട്ടികൾക്കൊക്കെ തന്നെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ചെയ്യുവാണെങ്കിൽ 450, മോള് 2-3 ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 ചെയ്തപ്പോഴത്തേക്കും 90 റുപ്പീസ് വെച്ചിട്ടൊക്കെ സിപ്ലൈൻ. ഇതിൻ്റെ പേര് അഡ്വഞ്ചർ സോണാണ്. ഇനി ഞാൻ പറയാം. ഞാൻ ഇപ്പോഴാണ് എന്തൊക്കെയായിരുന്നു മുകളിലുള്ളതെന്ന്. ഇത് പറയുമ്പോൾ പേരുകളൊക്കെ എല്ലാം ഞാൻ മറന്നു ഇച്ചിരി. കൊള്ളായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സൗണ്ടുകൾ കേൾക്കായിരിക്കും. കാരണം ആദ്യം അഡ്വഞ്ചർ ഇത് ഹെൽമറ്റും പിന്നെ ഇത് കണ്ട ഈ റോപ്പും എല്ലാം കെട്ടിയിട്ടുണ്ട്. പയ്യൻ പുറകിലുണ്ട്. എന്നാലും നമുക്കൊരു പേടിയുണ്ടല്ലോ. അപ്പോൾ നോക്കല്ലേ. പിന്നെ മോളാണെങ്കിൽ എപ്പോഴും നമ്മളെ നോക്കിയാണെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ അങ്ങോട്ട് നമ്മളെയൊക്കെ നോക്കിയാണ് മോള് കളിക്കുന്നതൊക്കെ. പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ നോക്കല്ലേ, പേടിയാണ്. നമുക്ക് കുറച്ച് പേടിയുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിലും കയറ്റാനും ഒക്കെ മോൾക്ക് ഇഷ്ടമുള്ളത് നമ്മളെ ചെയ്യിപ്പിക്കും. അതാണ് നമ്മൾ. പക്ഷേ മനസ്സിലൊരു പേടിയാണ്. പക്ഷെ ഞാൻ കാണിക്കത്തൊന്നുമില്ല കേട്ടോ. അതൊന്നും ഞങ്ങൾ രണ്ടുപേരും കാണിക്കില്ല. ഇത് കണ്ടപ്പോൾ നടുക്കായിരിക്കും ചവിട്. നമുക്ക് പോലെ ആടുന്നു. അപ്പം മോളുടെ മുഖവും കണ്ടപ്പോൾ പറയുന്നുണ്ട്, മതി നിർത്ത്, വേണ്ടെങ്കിൽ പോര് എന്നൊക്കെ പറയുന്നുണ്ട്. കൊണ്ടാണോ നിർത്തില്ല, ആളുടെ കോൺഫിഡൻറ്റ് കുറച്ചങ്ങ് കുറഞ്ഞു എന്നൊരു സംശയമുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇത് കാലിന് കുറച്ചധികം നീളം. അല്ലെങ്കിൽ ആദ്യത്തെ ആട്ടത്തിനെ നമ്മൾ അതിലോട്ട് മറ്റേതിലോട്ട് ചവിട്ടണം. അപ്പോൾ ആ ചവിട്ടാനായിട്ട് ഈ ചാട്ടം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ചവിട്ടാൻ പറ്റത്തില്ല. കാരണം അത്രയും നീളം വേണം. അപ്പോഴത്തേക്ക് അതും പറ്റത്തില്ല. അപ്പോൾ ഈ പയ്യമ്പിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പയ്യൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ മോള് എങ്ങനെയൊക്കെയോ പറ്റത്തില്ലെങ്കിൽ നിർത്തിയത് കേട്ടോ. പറ്റുമോ ഇല്ലയോ? ആ പുള്ളി ചേട്ടാ ഉണ്ട് പറകെ മക്കളെ. അപ്പം അതൊക്കെ അപ്പുറത്തോട്ട് കാല് വയ്ക്കും മക്കളെ. കാല് കറക്റ്റ് നടുക്ക്. അങ്ങനെ
ആ കാല് വെച്ചോ ആ ഹൈറ്റ് ആയി ആ ഓക്കെ Generative AI and future of education. AI റോബോട്ടിക്കിന്റെ എക്സിബിഷനുകൾ, വർക്ക്ഷോപ്പുകൾ, പാക്കേജുകൾ കൂടാതെ ഗെയിംസ് ഫുഡ് ഫെസ്റ്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽദായകർക്കും അന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ അവസരം. തിരുവനന്തപുരത്തെ പാർട്ടിസിപ്പേഷൻസായ പട്ടം, ഗോൾഫിംഗ്, ആക്കുളം കൂടാതെ കോമൺ എന്നിവിടങ്ങളിലുള്ള ഐറ്റം ഹോംസിന്റെ അപ്പാർട്ട്മെന്റ്സിനെ വിലയും കുറിച്ചറിയാൻ സന്ദർശിക്കൂ. സ്റ്റോർ നമ്പർ B1 ഡിസംബർ 7-8 തീയതികളിൽ എക്സ്പോർട്സ് കോഴിക്കോട്. അത് തൂക്കിയിട്ടേക്കേ. എല്ലാവരും കൂടെ കമൻട്രി വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ സിപ്പ് ലൈൻ പറഞ്ഞത്. സിപ്പ് ലൈനിൽ കൊണ്ട് തൂങ്ങി കിടക്കുന്നതാണ്ട ഇല്ല, ഒരു പേടിയില്ല. അതിലൊക്കെ കയറാൻ ഒരു പേടിയില്ല. ചിലപ്പോൾ എനിക്കിപ്പോൾ പേടിയൊക്കെ ആയിരിക്കും. എന്താ ഞാൻ ഒന്നിലും കയറിയൊന്നുമില്ല. സിപ്പ് ലൈനൊക്കെ കയറാമായിരുന്നു, പക്ഷേ പിള്ളേർക്കുള്ള നമ്മളെന്തിനാണ് ചോദിച്ചത്. ഗ്ലാസ് ഇത് കണ്ടോ, ഗ്ലാസ് ബ്രിഡ്ജ്, അതായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ നമുക്ക് കയറാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല. ഇത് ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട്, നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പിനവിടെ. നല്ല ലൈറ്റ്, നല്ല രസമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ്, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പിക്കൊന്നും എടുത്തില്ല. കൊള്ളായിരുന്നു. നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനും ഒക്കെയുള്ള ഇതൊന്നുമില്ല, ഇങ്ങനെയൊക്കെയുള്ള നിന്നിട്ട് കുറച്ച് റീൽസൊക്കെ ചെയ്യാനുള്ള നല്ല ഇതായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊന്ന് എൻജോയ് ചെയ്തു. ഇതാണ് പാർക്കിങ്. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് എൻട്രിയിൽ വരുമ്പോൾ പാർക്ക് കുറച്ചധികം മറ്റേ ഇതൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, സർവ്വ സാധനങ്ങളും ഉണ്ട്. പിന്നെ അതുണ്ട് ഡസ്റ്റ്ബിൻ കണ്ട, ഡസ്റ്റ്ബിനാണ് മുള കൊണ്ടുണ്ടാക്കിയിട്ട് കൊള്ളായിരുന്നു. എല്ലാം നല്ല നീറ്റായിട്ടൊക്കെ, എല്ലാം സാധനങ്ങൾക്കും ഒരു കേടുപാടൊന്നുമില്ല, എല്ലാം നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞു, നമ്മൾ പോവുകയാണ്. ബൈ ബൈ, സി യു ഗൈസ്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്